പ്രിയരെ, 2025 ക്ലാറ്റ് പരീക്ഷയ്ക്കുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിനുള്ള പരീക്ഷയാണ് ക്ലാറ്റ്. ആ ക്ലാറ്റ് പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാം ICDയിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. ധാരാളം പേരൻസ് ഇങ്ങോട്ട് വിളിക്കുന്നവർക്കുള്ള ഒരു സംശയ നിവാരണത്തിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2024 ക്ലാറ്റിന് വേണ്ടി ഇനി അഡ്മിഷൻ ഇല്ല. ഇത് വളരെ സമയം വളരെ ക്ലോസ് ആണ്. ഇനി അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല. 2025 പരീക്ഷയ്ക്കാണ് ഞങ്ങളുടെ ഈ ഒക്ടോബർ 2 തുടങ്ങുന്ന ബാച്ചിൽ പഠിക്കാൻ ആളെ എടുക്കുന്നത്. ഒക്ടോബർ 2 തുടങ്ങുന്ന കോഴ്സിന് 2025 ക്ലാറ്റ്. അപ്പോൾ ഏതാണ്ട് ഒരു 14 മാസത്തോളം കിട്ടും. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഈ പരീക്ഷ കിട്ടുള്ളൂ. 2, അവർ ഓൾറെഡി മിക്കവാറും എല്ലാവരും +1 അഥവാ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അക്കാദമികമായ സ്ട്രെസ് അവർക്കുണ്ടാകും. അതിനുള്ളിലാണ് പഠിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരെ ഫുൾ ടൈം ഞങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണ് ഈ 14 മാസമെങ്കിലും ഞങ്ങൾക്ക് വേണം എന്ന് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം, 2024 ക്ലാറ്റിനുള്ള ക്ലാസ് അല്ല ഒക്ടോബർ 2 തുടങ്ങുന്നത്, 2025 ക്ലാറ്റിനാണ്. ഇനി ഈ കോഴ്സ് എങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ ഞങ്ങളുടെ കോഴ്സ് കണ്ടൻറ്റുകൾ വീക്ക് 1, വീക്ക് 2, വീക്ക് 3 എന്ന രീതിയിലാണ് ഞങ്ങൾ അടുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ മെറ്റീരിയൽസ് എല്ലാം കുട്ടികൾക്ക് അയച്ചു തരും. അവർ അത് ചെയ്യാൻ ആവശ്യപ്പെടും. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് അവർക്ക് ലഭ്യമാക്കും. അപ്പോൾ അവർ ചെയ്ത ക്വസ്റ്റ്യൻസ് എവിടെയാണ് അവർ പിഴച്ചു പോയത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെ ഫണ്ടമെൻ്റലി പഠിപ്പിക്കേണ്ട കാര്യങ്ങളുടെയും ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് ഞങ്ങൾ നൽകും. പേരൻസ് പലരും പറയുന്നത്, ദൂരെയുള്ള കുട്ടികളുടെ പേരൻസ് പ്രത്യേകിച്ചും പറയുന്നത്, വന്ന് പഠിക്കാൻ ഇപ്പോൾ പറ്റില്ലല്ലോ, കുട്ടികൾ അക്കാഡമികമായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയല്ലേ. ശരിയാണ്. നമുക്ക് കോൺടാക്റ്റ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, വീക്കെൻഡുകൾ കോൺടാക്റ്റ് ക്ലാസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ അവരുടെ ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ വെക്കേഷൻ ടൈമിൽ ICDയിൽ വന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം ICD 1995 മുതൽ തുടങ്ങിയൊരു സ്ഥാപനമാണ്. അപ്പോൾ ICD ഇന്ത്യയിലെ തന്നെ ഈ മത്സര പരീക്ഷാ പഠനത്തിനുള്ള ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനമാണ്. ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അത് കോഴ്സിൻ്റെ ഭാഗമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ പേപ്പർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തരും, കോഴ്സ് കണ്ടൻറ്റ് അയച്ചു തരും, കുറച്ചൊക്കെ കോഴ്സ് കണ്ടൻറ്റ് ഡിജിറ്റലായിട്ട് അയച്ചു തരും. ഇതെല്ലാം കൃത്യമായി ചെയ്യുക. അത് ഞങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും, നിങ്ങളുടെ ഗ്രോത്ത് മോണിറ്റർ ചെയ്യും. ഓൺലൈൻ ക്ലാസ്സുകൾ നിരന്തരമായി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമികമായ പഠനത്തിന് സ്ട്രെസ്സ് വരുത്താത്ത രീതിയിൽ ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും. അതിനും നിങ്ങൾ സമയം ചെലവഴിക്കുക. നിങ്ങളുടെ +1 പരീക്ഷ കഴിയുമ്പോൾ, +2കാരാണെങ്കിൽ അവരുടെ കോഴ്സ് കഴിയുമ്പോൾ ഫുൾ ഫ്ലെഡ്ജായിട്ട് ക്ലാസ്സുകൾ നമുക്ക് നടത്താം. ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയവും ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2025 പരീക്ഷയ്ക്ക് പൂർണ്ണമായും പ്രാപ്തനാകും. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പുറത്തിറങ്ങുന്നവർക്ക് ജോലി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ലോ പരിജ്ഞാനം നേടുക മാത്രമല്ല, അഥവാ ലോയറാകാൻ മാത്രമായിട്ടല്ല NLUവിൽ പോകുന്നത്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നതിൽ കുറച്ച് പേര് മാത്രമാണ് ലോ പ്രൊഫഷൻ തേടി മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനികൾ, വലിയ കോർപ്പറേറ്റ് കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കുട്ടികളെ അബ്സോർബ് ചെയ്യുന്നത്. കാരണം അവർക്കൊരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഉള്ളതുകൊണ്ട്, അവർക്കൊരു ലീഗൽ മൈൻഡ് ഫ്രെയിം കൂടെ ഉള്ളതുകൊണ്ട്, ഒരു സമയത്ത് MBA പഠിച്ചിറങ്ങുന്നവരെയാണ് ഇത്തരം വലിയ കോർപ്പറേറ്റുകൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലോ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അതൊരു എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കോർപ്പറേറ്റ് ഫേമുകൾ അവരെ നേരിട്ടെടുക്കുന്നു. നിങ്ങൾക്ക് ജോലി എന്നൊന്നും ഒരു പ്രശ്നം അല്ലാതായി വരും, ഒരു ചലഞ്ച് അല്ലാതായി വരും. എന്നാൽ കുറച്ച് പേരൊക്കെ സുപ്രീം കോടതിയിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊരു സൂപ്പർ പ്രൊഫഷൻ തന്നെയാണ്. നിങ്ങളുടെ കരിയർ ശോഭനമാക്കാനുള്ള ഒരു അടിസ്ഥാനമായൊരു സംഭവമാണ്, സംശയം വേണ്ട. പക്ഷേ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ വലിയ പ്രയത്നം വേണ്ടിവരും. രക്ഷകർത്താക്കളുടെ സപ്പോർട്ടും ഈ കോഴ്സിൻ്റെ വിജയത്തിന് ആവശ്യമാണ്. വളരെ പ്ലാൻഡായിട്ട് നമുക്ക്
മുൻപോട്ട് പോകാം. രക്ഷകർത്താക്കളും അധ്യാപകരായ ഞങ്ങളും പ്ലാൻഡായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പഠനം എന്ന് കരുതുക. തീർച്ചയായും അവർ വിജയം വരിക്കും. ഒരു കൺവെൻഷണൽ തോട്ടിൽ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിലുള്ള പോലെ ഒരു പ്രീ ഡിഗ്രി, അന്നത്തെ പ്രീ ഡിഗ്രി, ഇന്നത്തെ +2 പാസ്സാവുക, അത് കഴിഞ്ഞാൽ ഒരു ഗ്രാജുവേഷൻ പ്രോഗ്രാമിന് പോവുക, അത് പാസ്സായി കഴിഞ്ഞാൽ ഒരു PG പോവുക, പിന്നെ ജോലിക്ക് വേണ്ടി തിരയുക, അത് തന്നെ ഒരു ഗവൺമെൻറ് ജോലി, ഇതൊക്കെയായിരുന്നു നമ്മളുടെയൊക്കെ സങ്കല്പം. ആ കാലഘട്ടം കഴിഞ്ഞു എന്ന് പറയുന്നില്ല, ഏതാണ്ട് അതിലൊക്കെ ഒരു ബാക്ക് സീറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ കോർപ്പറേറ്റ് ജോലികളൊക്കെയാണ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. കൺവെൻഷണൽ ജോലിക്ക് പല കുട്ടികൾക്കും വലിയ താല്പര്യവും ഇല്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പേരൻസായി നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് തീർത്തും ഒരു ഓപ്പർച്യൂണിറ്റി, പല ഓപ്പർച്യൂണിറ്റികൾ ഒന്നാണ് ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പ്രവേശനം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇവിടെ വന്ന എൻക്വയറി, നമ്മളുടെ വിവിധ ഇങ്ങനെ കോഴ്സ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞ് വന്ന എൻക്വയറിയിൽ വന്ന പേരൻസിൻ്റെ റെഗുലറായ സംശയങ്ങൾ കുറച്ചാണ് ഞാനിപ്പോൾ അത് നിവാരണത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനൊക്കെ താല്പര്യത്തിലുള്ളവരുണ്ടെങ്കിൽ, അവർ 2025 പരീക്ഷയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ തീർച്ചയായും ICDക്കും ഞങ്ങളുടെ ടീമിന് നിങ്ങളെ സഹായിക്കാനാകും. ഞങ്ങളെ ബന്ധപ്പെടുക. ഈ നമ്പർ, എൻ്റെ നമ്പർ ഇതിനോടൊപ്പം കൊടുക്കുന്നു. ഒരു വാക്കും കൂടെ സംസാരിക്കട്ടെ. ICD 1995 സ്ഥാപിതമായ ഒരു പ്രസ്ഥാനമാണ്. മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ICD തുടങ്ങിയത്. അതിൽ സാമാന്യം നല്ല വിജയം കൈവരിച്ചൊരു സ്ഥാപനമാണ്. ഞാൻ അതിൻ്റെ സാരഥിയാണ്. ഒരു IIM പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ടീമും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ്, വളരെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന പാരമ്പര്യമുള്ള അധ്യാപകരാണ്. ഞങ്ങൾക്ക് ഈ പരീക്ഷകൾ എന്താണെന്ന് നന്നായി അറിയാം. അപ്പോൾ ഞങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും, അവരുടെ ഭാവി സുരക്ഷിതമാകും എന്ന വിശ്വാസം പൂർണ്ണമായും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ പൂർണ്ണമായും വിശ്വാസമാണെങ്കിൽ, നല്ല ലക്ഷ്യത്തോടെ പഠിക്കാൻ സന്നദ്ധരായ കുട്ടികളാണെങ്കിൽ അവർ വരട്ടെ, ഒന്നിച്ച് അധ്വാനിച്ച് വിജയം നേടാം.